മുസ്ലിം ലീഗിന്റെ പ്രതികരണം ഇ ടി മുഹമ്മദ് ബഷീർ. കാര്യങ്ങളെല്ലാം തന്നെ നേതാക്കളും അതുപോലെ തന്നെ പാർട്ടി കമ്മിറ്റിയും ഈ നോമ്പിന് മുമ്പായിരുന്നു. ഈ മാസം അവസാനത്തോടുകൂടി പുതിയ ഡെവലപ്മെൻ്റ് എല്ലാം വാച്ച് ചെയ്തിട്ട് ഈ മാസം അവസാനത്തോടുകൂടി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രവർത്തക സമിതി കൂടി കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ആലോചിക്കുന്നതാണ്. എന്നിട്ട് അതിൻ്റെ നിഗമനങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ UDFിൽ ചെയ്യേണ്ട മറ്റ് കാര്യങ്ങളും ചെയ്യുന്നതാണ്. ഈ മലപ്പുറത്ത് പ്രത്യേകിച്ച് ലീഗിന് കഴിഞ്ഞ തവണ വൻതോതിൽ ഭൂരിപക്ഷത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. എന്താണ് അത് നിങ്ങൾ നോക്കിയാൽ ഇതിൻ്റെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ഭൂരിപക്ഷത്തിൽ ചിലയിടത്ത് കുറച്ചിലുണ്ടായിട്ടുണ്ട്. അതേ സമയത്ത് ചിലയിടത്ത് വലിയ തോതിലുണ്ടായി. ഇപ്പോൾ നിങ്ങളെല്ലാം വളരെ കുഞ്ഞാൽ സാഹിബിൻ്റെ മണ്ഡലത്തിൽ ഏറെക്കുറെ കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ അതേ ലെവലിലേക്ക് കാര്യം വന്നു. പിന്നെ ഇപ്പോൾ ഞങ്ങൾ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച സ്ഥലമാണ് അഴീക്കോട്. അവിടെ എത്ര രണ്ടല്ല ഒരു 3 ഇരട്ടിയിൽ മേലെ അവിടെ വിജയമുണ്ടായി. മണ്ണാർക്കാടും ഉണ്ടായി അഴീക്കോടും ഉണ്ടായി. അഴീക്കോട് എല്ലാ ഘടകങ്ങളും എതിരായിട്ടും വമ്പിച്ച തോതിലുള്ള പെർഫോമൻസ് അവിടെ എത്തും. അതിൽ വേരിയേഷൻ ഉണ്ട്. അത് ചിലയിടത്ത് കുറഞ്ഞിട്ടുണ്ട്, അത് ചിലയിടത്തും എല്ലാ ഇതിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതൊക്കെ തന്നെ നന്നായിരുന്നു. പക്ഷെ പൊതുവേ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. നല്ലൊരു പെർഫോമൻസ് ചെയ്യാൻ പറ്റി എന്നുള്ള അതിന് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് ശരിക്കും ഞങ്ങൾ കടപ്പെട്ടവരാണ്. ഞങ്ങൾ പ്രത്യേകമായിട്ട് ആ കാര്യത്തിൽ നന്ദി പറയുക. ചില മണ്ഡലങ്ങളിൽ വൻതോതിലാണ് ഭൂരിപക്ഷം കുറഞ്ഞിരിക്കുന്നത്. കാരണം തിരൂരങ്ങാടി പോലുള്ള മണ്ഡലം അത്രത്തോളം ഭൂരിപക്ഷം കുറയേണ്ട കാര്യമില്ല. ഏത് 2006 പോലും പുലയാത്ത മണ്ഡലമാണ്. അവിടെയൊക്കെ ഇത്രത്തോളം ഭൂരിപക്ഷം കുറയാനുള്ള കാര്യം സ്ഥാനാർത്ഥി നിർണ്ണയത്തെ പറ്റിയ പാളിച്ചയാണ്. അല്ലല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ എണ്ണി പറഞ്ഞ മണ്ഡലങ്ങളുണ്ടല്ലോ, ഇപ്പോൾ താനൂരാവട്ടെ തിരങ്ങാടി ആവട്ടെ ഒക്കെ സംഭവിച്ചിട്ടുള്ള സംഗതി വന്നാൽ നിങ്ങൾക്ക് വാച്ച് ചെയ്താണ് മീഡിയ എന്നുള്ള നിലയിൽ. അവിടെ അവരിറക്കിയത് പണം കൊടുത്ത് വോട്ട് വാങ്ങുന്ന പൊളിറ്റിക്സാണ്. അതാണ് ഞങ്ങൾ പറഞ്ഞത്, രാഷ്ട്രീയത്തെ ദൂഷിപ്പിക്കുകയാണ് അവർ ചെയ്തത്. ഞങ്ങൾക്ക് വിപരീതമായിട്ട് ബാധിച്ചിട്ടുള്ള വേറെ കാര്യം, അവിടങ്ങളിൽ ഈ പണമാണ് വർക്ക് ചെയ്തത്. പണം കൊടുത്ത് വോട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു സംഗതി ഇന്ന് വരെ നിങ്ങളാരും കേട്ടിട്ടില്ലാത്ത രാഷ്ട്രീയത്തിൽ ഒരുപാട് പണവുമായിട്ട് വന്നങ്ങ് വോട്ട് വാങ്ങിച്ചിട്ടുള്ള ആളുകളുടെ വിജയമാണ്. അത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൻ്റെ സദാചാരത്തെ തന്നെ ലംഘിക്കുന്ന വിധത്തിലുള്ള കാര്യമാണ്. അത് ഞങ്ങൾ ആ നിലയിൽ കാണുകയാണ്. അങ്ങനെ ഒരു പരാജയം, കുറച്ച് വോട്ടിൻ്റെ കുറവ് വന്നെങ്കിൽ പോലും അത് ഞങ്ങളെപ്പോഴും ഒരു പ്രിൻസിപ്പിൾ ഉയർത്തിപ്പിടിച്ചവരാണ്. മുസ്ലിം ലീഗിന്റെ പ്രതികരണമാണ് വന്നത്.